കൂടെ അച്ഛനും അമ്മയാണ്. അക്ഷയ് പ്രദീപ് 2.5 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം ഇന്ന് ഇന്ത്യൻ ആർമിയുടെ മെഡിക്കൽ വിഭാഗത്തിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കി വന്നിരിക്കുകയാണ്. നമുക്ക് വേറെ 2 ഗസ്റ്റുകളുണ്ട്, 2 സ്റ്റുഡൻസ്. അവർ 2 പേരും ട്രെയിനിങ് പൂർത്തിയാക്കി വന്നവരാണ്. എല്ലാവരും നാളെ മറ്റന്നാളോട്ട് പോകും. 2 പേരും. യദുകൃഷ്ണ, ഗോഡ്വിൻ. ഇവിടുത്തെ പരിശീലനം കാരണമാണ് എനിക്കിത് കിട്ടാൻ കാരണം. എക്സാം ആണെങ്കിലും ഫിസിക്കലാണെങ്കിലും സാർ എപ്പോഴും കൂടെ ഉണ്ടാവുമായിരുന്നു. എനിക്ക് ആദ്യം നേവിയിൽ 6 മിനിറ്റ് ഓടിക്കയറാൻ പറ്റാഞ്ഞത് 5.5 മിനിറ്റിൽ ഞാൻ അങ്ങനെ ഓടിക്കയറിയെടുത്തു. മെഡിക്കലെല്ലാവരും സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പാസ്സായി. അതുകഴിഞ്ഞ് പെട്ടെന്നാണ് ഇങ്ങനെ വരാൻ പറ്റിയത്. സാറുള്ളതുകൊണ്ടാണ്, സാറ് ഇൻസ്റ്റിറ്റ്യൂട്ടും കാരണമാണ് ഞാനിപ്പോൾ ഈ യൂണിഫോമിൽ നിൽക്കുന്നത്. ഈ യൂണിഫോം ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അത് യൂണിഫോം ഉള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളെ രക്ഷിക്കാനായിട്ടുള്ളൊരു പോസ്റ്റാണ്. കാരണം നമ്മളെ പട്ടാളക്കാരാണ് രക്ഷിക്കണം. പട്ടാളക്കാർക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മളെ രക്ഷിക്കണം. അതൊരു ഓർക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. എല്ലാത്തിനും സാറാണ് കാരണം. അതുപോലെ ഇവിടെ കൊണ്ടുവന്ന കാലം തൊട്ടേ 2 പേരും ഇടത്തും വലതുമായിട്ട് എവിടെ പോണേലും ടെസ്റ്റിന് പോയാലും എവിടെ ആയാലും 2 പേരും കാണും കൂടെ. അച്ഛൻ കാറും കൊണ്ട് കാണും, അമ്മ ബോഡി ഗാർഡ് എപ്പോഴും കൂടെ കാണും. നമുക്ക് അമ്മയിൽ നിന്ന് അച്ഛനിൽ നിന്നും അറിയാം എന്താണ് ഒരു ഫീലിങ്സ്. മകനൊരു പട്ടാളക്കാരനായിട്ട് ഇങ്ങനെ ഡ്രസ്സിൽ വന്ന് നിൽക്കുമ്പം എന്താണ് ഒരു ഫീലിങ്സ് എന്നുള്ളത്, എന്താണ് അവർക്ക് പറയാവുന്നതെന്ന് നമുക്കറിയാം. എനിക്ക് പറയാനുള്ളത് സാറിനോടാണ്. സാറ് കാരണമാണ് ഇവനിങ്ങനെ ഒരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടിയത് തന്നെ. ഇവൻ മടിയനായിരുന്നു. സാറ് വിളിക്കുമ്പോൾ ഇവളാണ് അറ്റൻഡ് ചെയ്യുന്നത്, ഭാര്യയാണ് അറ്റൻഡ് ചെയ്യുന്നത്. സാർ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവനിങ്ങനെ യൂണിഫോം ഇട്ട് നിൽക്കാനായിട്ട് ഇവിടെ യോഗ്യനായത്. അക്ഷയ് പ്രദീപ് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഫ്രൈഡ് റൈസും ചിക്കനുമാണ് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു വലിയ താങ്ക്സ്. നേരത്തെ കൊണ്ടുവന്ന് പറഞ്ഞിരുന്നതാണ്, ഇപ്പോഴല്ല, നേരത്തെ കയറിയപ്പോഴേ കൊണ്ടുവന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പം